നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയാകുകയാണ്. ഇന്നലെ 1600 രൂപ ലഭിച്ച ആളുകൾക്ക് ഇന്ന് 2000 രൂപ കൂടി ഇവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നവംബർ മാസത്തിലെ പെൻഷനായ 3600 രൂപ അവർക്ക് അവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ലഭിച്ച 1600 കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയും ഇന്ന് ലഭിച്ച 2000 രൂപ ഈ മാസത്തെ പെൻഷനുമാണ്. ഇന്നലെ 1600 മാത്രം ലഭിച്ച ആളുകൾ, അതുപോലെ തന്നെ ഇന്ന് 2000 രൂപ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇന്നലെ 3600 രൂപ ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ സോഫ്റ്റ്വെയറിലെ തകരാർ കാരണം ഇന്നലെ 1600 രൂപ മാത്രമാണ് ലഭിച്ചത്. ഒരു മാസത്തെ പെൻഷനാണ് ഇന്നലെ ലഭിച്ചത്. അതിൽ തന്നെ പല ആളുകൾക്കും 1600 പകരം 1400, 1500 ലഭിച്ച ആളുകളുണ്ട്. അവർക്ക് ഇന്നും നാളെയുമായി അതിൻ്റെ ബാക്കിയും അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ ബാക്കിയുള്ള 2000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നലെയും ഇന്നുമായി 3600 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും അല്ലാത്തവർ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്കാണ് ഇന്നലെ ഇന്നുമായി പെൻഷൻ എത്തിയത്. വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ കൈകളിലെത്തുന്ന ആളുകൾക്ക് മറ്റന്നാളോടുകൂടി തന്നെ പെൻഷൻ അവരുടെ കൈകളിലെത്തുന്നതാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ബാങ്കിൽ പെൻഷൻ എത്തുന്ന ആളുകൾക്കാണ് ഇന്നലെ മുതൽ 2000 രൂപയും ഇന്നലെയുമായി 3600 രൂപ ലഭിച്ചത്. ഇനിയും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ, തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിലും അതുപോലെ തന്നെ ഇന്നലെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം. പെൻഷൻ ലഭിക്കാൻ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലം അത് കഴിഞ്ഞ മാസമാണ് നൽകേണ്ടിയിരുന്നത്. അത് നൽകാത്ത ആളുകൾ ഇനിയും അവസരമുണ്ട്. ആ സമയത്ത് നമ്മൾ ആ വിധവ പെൻഷൻ സത്യവാങ്മൂലം നൽകുക. അതുപോലെ തന്നെ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോയി മസ്റ്ററിങ് കൃത്യമായി പൂർത്തിയാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാലം കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാലം കൊണ്ടാണെന്ന് നമ്മൾ വാർഡ് മെമ്പറുടെ സഹായത്തോടെയോ അതല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ പോർട്ടലിൽ വഴിയോ നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാലം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അറിയാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.